എല്ലാവരും എന്റെ മൂടയിലും മൂട ഒട്ടിക്കട്ടെ അങ്ങേര് 10-15 വർഷം ജയിലിൽ കിടന്ന ആളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാണ്ടല്ലോ PS വയസ്സായിക്കളെ മര്യാദക്ക് പാടേ. കൊറേ കാലമായല്ലോ ആന്ന് കർത്താരെ. ഞാന് ഒരു ചെറിയ ഒരു ബിസിനസ് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കർത്താരെ. എന്ത് തുടങ്ങുമ്പോഴും നീ ആദ്യം എന്നെ വന്ന് കണ്ട് പറയാറാണ് പതിവ്. ആന്ന് കർത്താരെ, അതല്ലേ ഇവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്താ നിന്റെ ബിസിനസ്? ഇവിടെ ഒരുപാട് പേര് തൊഴിലില്ലാതെ നടക്കുന്നു. അപ്പൊ ഇവരെല്ലാം കൂടെ ഒന്ന് സംഘടിപ്പിച്ച് അവർക്ക് തൊഴിൽ പദ്ധതി കൊടുക്കാമെന്ന് വിചാരിച്ചൊരു സ്ഥാപനം തുടങ്ങാമെന്ന് വിചാരിച്ചു. മാൻ പവർ സപ്ലൈ. ഗൾഫിലൊക്കെ ആയിരുന്നു കൂടുതൽ, ഇവിടെയൊക്കെ വന്നു തുടങ്ങി. അതെ കർത്താരെ, നല്ല കാര്യമാടാ, നല്ലവരാ. എല്ലാ കാര്യങ്ങളും തൊട്ടതൊക്കെ പൊന്ന. ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴും എന്താ ഞങ്ങൾ കേട്ടതാണ് കർത്താവ് എല്ലാവർക്കും പണി കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ. നിങ്ങൾ നല്ല വെളുത്തിട്ടാണല്ലോ, പിന്നെ എന്താ എല്ലാരും നിങ്ങളെ കർത്താരെ കർത്താരെന്ന് വിളിക്കുന്നത്. എന്റെ പേര് കൃഷ്ണ കൈമളന്ന. കർത്താരെന്ന് പറയുന്നത് എവരൊക്കെ പറയുന്നത് ഇവിടുത്തെ നാട്ടിലെ പരിഹരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് കർത്താരെ എന്താണെന്നറിയോ, കർത്തോരെ വിളിക്കുന്ന. പിന്നെ ഈ 4 പേര് കർത്താരെ ഉദ്ഘാടനം ചെയ്യും. 4 പേരെ ഉദ്ഘാടനം ചെയ്യാനോ? അതല്ല, ഈ 4 പേർക്കും നല്ല പണി കൊടുക്കണം. അതുമല്ല, കർത്താൻ ഈ ഇവിടെ ജീവിച്ചതുപോലെ ഈ ജീവിത അനുഭവങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. എടാ, എന്റെ ജീവിതമൊക്കെ ഇവർക്ക് ഒരു പാഠമാക്കാൻ കൊള്ളത്തില്ലടാ. 23-ാമത്തെ വയസ്സിൽ ജയിലിൽ പോയവനാ ഞാൻ. ആരെയും കാണാറില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഭദ്രൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. ഭദ്രൻ എന്ന് പറഞ്ഞൊരുത്തൻ ഭയങ്കര ഫയൽമാനാ, മിസ്റ്റർ യൂണിവേഴ്സ്. അതിന്റെ റണ്ണറപ്പാ, 2ാം സമ്മാനം കിട്ടിയവനാ. സംഗതി പോക്കിരിത്തരം കാണിച്ചു. അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പെണ്ണിനെ, 14 വയസ്സുകാരി പെണ്ണിനെ കയറി പിടിക്കാൻ പോയി. മുട്ടുകാല് തല്ലി ഓടിച്ചു ഞാൻ. ജയിലിൽ പോയി 7 കൊല്ലം കിടന്നു. കരിയും മഞ്ചനെയും കർത്താര് സഹിക്കില്ല. ആരെങ്കിലും കള്ളം പറഞ്ഞ അവന്റെ ജീവിതം പിന്നെ പോക്ക. എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം വന്നില്ലേ? സത്യം പറഞ്ഞാൽ കർത്താർ ഇടപെട്ടിരുന്നെങ്കില് അവനെ മുട്ടുകാല് തല്ലി ഒടിച്ചിട്ട് പോലീസിന് വിട്ടുകൊടുക്കുക. ഇതേപോലുള്ള നടപടി എടുക്കണം. അല്ലാതെ ജയിലിൽ കിടക്കുന്ന ക്രൂരന്മാർക്കെല്ലാം ചപ്പാത്തി ചിക്കനും സ്കൂളിൽ പോകുന്ന കൊച്ചുങ്ങൾക്ക് കഞ്ഞിയും പേരും. ഇനിയിപ്പോ ഇവിടെ ഒരു മാറ്റം വരാൻ പോവാണ്. ഇനി ഒരു മാറ്റം വരാൻ പോവാ. നിയമം കയ്യിലെടുക്കുന്ന തെറ്റ്. അതിന്റെ പേരിൽ എനിക്കും ജയിലിൽ പോകേണ്ടി വരും. ഞാൻ വീണ്ടും ഇവർക്ക് ഇതൊരു തുടക്കമാവട്ടെ. വേണ്ടി ഒരാളൊരു ഗോളനും വേണ്ട, ഞാൻ തന്നെ വാദിച്ചോളാം. ഞാൻ ജയിലിൽ കിടക്കും. അനുഭവം നമ്മൾ കാണുന്നതല്ലേ. അതാണ് ഞാൻ. അതാണ് കർത്താര്. അപ്പൊ ജോലി എന്താ ജോലിയാണ് അവർക്ക് കൊടുക്കാൻ? കർത്താര് എന്ത് ജോലി കൊടുത്താലും അത് ശിരസാ വഹിച്ചു. അയ്യോ, നമുക്ക് തലയിലെടുത്ത് പരിചയം. ജോലെടുക്കാൻ വയ്യെന്ന് ഉളുക്കുമായിരിക്കും. അതൊക്കെ മാറ്റി തരാടാ. നീ 2 ദിവസം എന്റെ കൂടെ നിന്നാ മതി. നിന്റെ എല്ലാ ഉളുക്കും ഞാൻ മാറ്റിത്തരും. നിന്റെ ഏജൻസി കലക്ക് നല്ല ചെറുപ്പക്കാരായിട്ട് മാറ്റി ഇവിടുന്ന് വിട്ടുതരാം. എത്ര ദിവസം ഉണ്ടാവും? അങ്ങനൊന്നുമില്ല, ഇതൊക്കെ എഴുതി തീരുന്നവർ. ഞങ്ങള് ഇതൊക്കെ പഠിച്ചു വരുന്നത്. നന്നായിട്ട് പഠിപ്പിച്ചു. ശരി ശരി. എല്ലാവരും ഒന്ന് ചുറ്റി നടന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറ എന്ത് ജോലിയാ വേണ്ടത്, അതനുസരിച്ച് തരാം കേട്ടോ. എനിക്ക് അവിടെ ഇരിക്കുന്ന കസാലയിൽ അപ്പൊ തമ്പി പറഞ്ഞ പോലെ എല്ലാവർക്കും ജോലിയൊക്കെ തരാം. പക്ഷെ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ആദ്യം പറ, അതിനനുസരിച്ചുള്ള ജോലി ഞാൻ തരാം. ഇനി ഞങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. കർത്ത ഇനി ഈ വീട്ടിൽ കഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്യും. അത് സന്തോഷം. ഏതൊക്കെ തരം ജോലികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കർത്ത, ഞാൻ പാചകം, കർത്തയുടെ ആഹാരത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പാചകത്തിൽ മിടുക്കനാണോ? നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങളെ കൊണ്ട്. സന്തോഷം. ഒരുത്തന് പാചകം. കർത്ത, ഇത് സരസമ്മ. സരസമ്മ ഏറ്റവും നല്ല തൊഴിലുറപ്പിനുള്ള അവാർഡൊക്കെ കിട്ടിയ നല്ലൊരു തുണി അലക്കും. തുണി അലക്കും. ആയിക്കോട്ടെടി,
നമ്മൾ ഈ ഡ്രൈവിംഗ് വണ്ടി കഴിക്കാൻ തുടക്കിയൊക്കെ അതിന്റെ ഉസ്താദാ. ആയിക്കോട്ടെ, അതിന് ആളെ വേണം. ഞാൻ ഫുള്ള് കണക്ക് ഓൾറൗണ്ടർ ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യും. ഫുള്ള് കണക്കെടുത്ത് ഇവിടത്തെ ഈ അത് മാത്രം വേണ്ട, കണക്കെടുത്ത് വേണ്ട, മെയ് അണങ്ങിയിട്ടുള്ള പണി മാത്രം മതി. കണക്ക് എന്റെ മനസ്സിലുണ്ട്, അതാരും കുറിച്ച് വെക്കേണ്ട കാര്യമില്ല. വേറെ എന്തോ ചെയ്യുന്നു പറ നീ. പശുവിനെ കുളിപ്പിക്കോ? അതൊക്കെ. അപ്പൊ 4 പേർക്കും ജോലിയായി. ഇനി ഓരോരുത്തരെടുത്ത് ടെസ്റ്റിംഗ്. 4 പേരുടെയും താല്പര്യം എനിക്ക് മനസ്സിലായി. നീ പാചകത്തില് മന്നലെന്നല്ലേ പറഞ്ഞത്? സാമ്പാർ ഉണ്ടാക്കുന്ന രീതി എന്തുവാടാ? സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മള് ആദ്യം മുരിങ്ങയ്ക്ക എടുക്കുക. ആദ്യം മുരിങ്ങയ്ക്കാണോ എടുക്കുന്നത്? അല്ല, മുരിങ്ങയ്ക്ക എടുത്ത് വെള്ളം എടുക്കാം. ഞാൻ ചോദിച്ചെന്നിട്ട് നീ പേടിക്കുന്ന എന്തിന്? മുരിങ്ങയ്ക്കാണോ എടുക്കുന്നതെന്ന് ചോദിച്ചാ മുരിങ്ങയ്ക്ക വേണ്ടേ കർത്താരെ എന്ന് നീ ഒരു പരിഭവം. അവന് മുരിങ്ങയ്ക്ക് ഇടാത്ത സാമ്പാറും ഉണ്ട്. കർത്ത ഏത് ടൈപ്പ് സാമ്പാർ അവൻ ഏതെങ്കിലും തരത്തിൽ സാമ്പാർ ഉണ്ടാക്കി തന്നാ മതി. അവൻ മുരിങ്ങയ്ക്ക സാമ്പാറെന്ന് ഞാൻ പറഞ്ഞോടാ? മുരിങ്ങയ്ക്ക സാമ്പാറെന്ന് ഞാൻ പറഞ്ഞോ? ഉള്ളി സാമ്പാറെന്ന് ഞാൻ പറഞ്ഞോ? സാമ്പാർ എന്നാ പറഞ്ഞത്? നീ പറയടാ. ആദ്യം നമ്മളിങ്ങനെ മുരിങ്ങയ്ക്ക നമ്മൾ ഇങ്ങനെയെന്ന് വെച്ചാ എങ്ങനെ? അല്ല, കർത്തയുടെ മുമ്പിൽ ആദ്യം എങ്ങനെ? എനിക്ക് കർത്തയെ പോലെ വലിയൊരു മനുഷ്യന് മുമ്പ് വെച്ച് ഞാൻ വലിയ മനുഷ്യനൊന്നും അല്ല. എന്റെ തല ഉയർത്തി ഞെളിഞ്ഞു നില്ലേ നീ? ആദ്യം ഒരു കള്ള ലക്ഷണം. ആദ്യം നമ്മള് വെണ്ടയ്ക്ക ഈ നീളത്തെ എറിയണം, വഴുതനങ്ങ ഈ നീളത്തെ എറിയണം, മുരിങ്ങയ്ക്ക ഈ നീളത്തെ എറിയണം. എറിയണോ അരിയണോ? അരിയണം. അത് നീ എറിയണം എന്ന് പറഞ്ഞാണോ? അരിയണം എന്ന് പറഞ്ഞു. എല്ലാം ഈ നീളത്തെ നമ്മൾ അരിയണം. അരിഞ്ഞിട്ട് വെച്ചിട്ട് പോകണം. എന്തിന് അളവെടുക്കണ്ടേ എല്ലാത്തിൻ്റെ? അതല്ല, നമ്മൾ എന്നിട്ട് ഇത് നമ്മളൊരു നല്ലൊരു ബോയിൽ ചെയ്ത് നല്ല. പിന്നെ വേറെ പ്രത്യേക കാര്യം ഞാൻ പറയുകയാണ്, കർത്തയുടെ ആഹാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളി മിനറൽ വാട്ടർ മതി, കിണറ്റിൽ വെള്ളം വേണ്ട. അല്ലേ കർത്ത? സാമ്പാറിന്റെ കാര്യം ചോദിക്കുമ്പോ മിനറൽ വാട്ടർ എവിടുന്നാണ്? നല്ല കിണർ വെള്ളമുണ്ട്. മിനറൽ വാട്ടറിനെക്കാളും ശുദ്ധമായിട്ടുള്ള വെള്ളമുണ്ട്. നീ സാമ്പാറിന്റെ കണക്ക് കിണർ വെള്ളത്തിനകത്ത് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒരു ഉള്ളി ഇടാം. ഉള്ളി നല്ലതാണ് അല്ലേ? ഉള്ളി നല്ലല്ലേ? കൊള്ളല്ലേ? ഉള്ളി ഇട്ടിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഇത് വെക്കുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. പ്രഷർ കുക്കറിൽ വെച്ചുള്ള ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല. നീ സാധാരണ നാടൻ രീതി പറ. പ്ലാവുണ്ടോ ഇവിടെ? മാവുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മുറിക്കാം. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട, അതിനൊന്നുമല്ല. ഈ നമുക്ക് ഈ പാചകം ചെയ്യാനായിട്ട് മാവ് മുറിച്ച് ശരി. അത് വേണ്ട, ഇവിടെ കുക്കിംഗ് ഗ്യാസ് ഉണ്ട്. ഗ്യാസിൽ മതി. ഗ്യാസിൽ കൂടുതൽ സൂചിപ്പിക്കണ്ട. നമ്മള് ഈ പദാർത്ഥങ്ങളെല്ലാം ഇടുന്നു. പച്ചക്കറികൾ അത് ഇടുന്നു. എന്നിട്ട് നമ്മൾ പകുതി വേവിക്കുന്നു. പകുതി വേവിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തോരപ്പരിപ്പ് ഇടണം. തോരപ്പരിപ്പ് ഇട്ടിട്ട് സാമ്പാർ പരിപ്പ്. എന്നിട്ട് വേണമെങ്കിൽ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, അടുക്കള കാര്യം ഞാൻ മൊത്തം നോക്കും. കടയിൽ നിന്ന് മേടിക്കുന്ന എന്നിട്ട് നമ്മൾ ഈ സാമ്പാർ എടുത്തിട്ട് സാമ്പാർ എടുത്തിട്ടല്ല നിന്നെ ഇവിടെ നിർത്തുന്നുണ്ട്. നീ കുക്കാണ്, പക്ഷെ നിന്റെ സാമ്പാർ വേണ്ട. മലക്കറിയുടെ സാമ്പാർ ഉണ്ടാക്കി ഏത് സാമ്പാർ വേണം ഉണ്ടാക്കിയ നീ ഇപ്പൊ ഉണ്ടാക്കി ഈ സാമ്പാർ ഉണ്ടല്ലോ, അതെനിക്ക് തരരുത്. എന്നെ പറഞ്ഞോണ്ടല്ലോ പ്ലീസ്. ഇല്ല പറഞ്ഞു വിടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്യ്. നീ നിനക്ക് രസം ഉണ്ടാക്കാൻ അറിയാം? ഉണ്ടാക്കുമല്ലോ, അത് മതി. രസം ഉണ്ടാക്കാം. സരിതമ്മോ, എന്തോ നീ കെട്ടിയതാന്നോ? ഓ, ഒരു തവണ കെട്ടിയതാ. ഒരു തവണയാ? കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല. സംസാരം സൂക്ഷിച്ചു വേണേ. കെട്ടിയത് നന്നായി. ഇല്ലെങ്കിലേ ഈ 3 എണ്ണത്തിന്റെ കൂടെ നിന്നെ കഴിയാൻ ഞാൻ സമ്മതിക്കത്തില്ല. യവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അത്ര ഒരു കുഴപ്പമില്ല. പാഞ്ചാലി ആ കാലമൊക്കെ പണ്ട്. ഇല്ലെങ്കിൽ നീ ഈ 3 പേരെയും വെച്ച് ത്രീഞ്ചാലിയായിട്ട് ഇവിടെ കഴിയാൻ ഞാൻ സമ്മതിക്കുന്നു. അവര് കുഴപ്പക്കാരൊന്നും അല്ല. ആരും കുഴപ്പക്കാരല്ല. സാഹചര്യം അവരെയൊക്കെ തെറ്റിക്കുന്നത് കേട്ടോ. നിങ്ങൾ പാവങ്ങളാണ് കർത്താരെ. പാവങ്ങളാണ്. അങ്ങനെ തന്നെ ഇരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതാ നനയ്ക്കുന്ന സ്ഥലം അറിയാമല്ലോ. ഓ, അറിയാമേ. തുണി നനയ്ക്കുമ്പോ നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അതെന്തോ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇങ്ങനെ ഇട്ടാ മതി, പെട്ടെന്ന്. വാഷിംഗ് മെഷീനിൽ അല്ല, അത് മുന്നേ നിന്ന വീട്ടിൽ അങ്ങനെ ആയിരുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല. ഈ കല്ലില് തന്നെ അടിച്ച് നനയ്ക്കണം കേട്ടോ. വാഷിംഗ് മെഷീനിൽ എന്താ പൊടി ഇട്ടിട്ട് നീ ഇങ്ങനെ നിന്റെ ബോഡി ഇട്ട് കുലിക്കല്ലോ, അത് വേണ്ട കേട്ടോ. ഇവിടെ നിന്ന് അടിച്ച് നനച്ച് റെഡിയാക്കി അതേ അവസരത്തിൽ തുണിക്ക് കേട് പറ്റരുത്. സോപ്പ് പൊടി വാരി ഇടരുത്, ആവശ്യത്തിന് മാത്രം. അപ്പൊ ഇതാണ് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അല്ലേ കർത്താ? അതെ, കറക്റ്റ്. അടുത്ത നിങ്ങൾക്ക് 2 പേർക്കും പറ്റിയ ജോലിയുണ്ട്. വാ, ഞാൻ വണ്ടി അതെ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോടാ. ചെയ്യുമോ?